ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. സോ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഫുൾ നോട്ട്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജോഗ്രഫിയും ഹിസ്റ്ററിയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ലൈവ് ക്ലാസ് ചെയ്യാം. അതായത് വരുന്ന സൺഡേ 10 മണിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ആരൊക്കെ ഉണ്ട്, അതിനൊക്കെ ആരൊക്കെ വരും എന്നുള്ളതൊന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. സോ ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും എത്ര പേര് കാണുമെന്നുള്ളത്. ഇപ്പോൾ ഏതാണ്ടൊരു 10 പേരടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കാണുമെന്ന്. സോ നിങ്ങളും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്ട്രൈറ്റ് അവേ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മൾ പഠിപ്പിച്ച് നിർത്തിയത് ഡൗറി പ്രൊഹിബിഷൻ ആക്റ്റും നാഷണൽ വുമൻസ് കമ്മീഷനെ പറ്റിയിട്ടൊക്കെയാണ് പഠിച്ചത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിനെ പറ്റിയിട്ടാണ്. പിന്നെ എന്താണ് ഈ മൈനോറിറ്റീസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു രാജ്യത്ത് ഇപ്പം പ്രത്യേകിച്ച് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 70% ഹിന്ദുസാണുള്ളത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖുകാർ, ബുദ്ധിസ്റ്റുകാർ അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു മൈനോറിറ്റി എന്ന് പറയാം. മെജോറിറ്റി ഹിന്ദുസും മൈനോറിറ്റി ബാക്കിയുള്ളതും നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിനകത്ത് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒരുപാട് പോപ്പുലറാണ്. പക്ഷേ എന്നാലും ജൈനിസം, സിഖിസം, ബുദ്ധിസം തുടങ്ങിയ പല ഗ്രൂപ്പുകളും ഇവിടെ ഉണ്ട്. സോ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു കമ്മീഷനാണ് നമ്മുടെ മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഹെഡ്ലൈൻസിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മൈനോറിറ്റീസിന് എഡ്യൂക്കേഷൻ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം, അതുപോലെ അവരുടെ സ്ക്രിപ്റ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. സ്ക്രിപ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല പഠിക്കാനുള്ള ടെക്സ്റ്റുകളായാൽ പോലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. ഇപ്പം മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായ ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ടെക്സ്റ്റുകളൊന്നും ഇറക്കാതെ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഓഫീസ് കാര്യങ്ങളൊക്കെ ആയാലും മറ്റ് ഭാഷകളിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ലാംഗ്വേജ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കമ്മീഷനിൽ ഈ ഒരു ന്യൂസ് ഹെഡ്ലൈനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ഒരു ചോദ്യമുള്ളത്. അതായത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടത്. ഒന്ന് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്കോണമിക് ബാക്ക്വേർഡ്നെസ്. എക്കോണമിക് ബാക്ക്വേർഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തികമായിട്ട് അവർ പിന്നോക്കം നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും അവർക്ക് ഈക്വലായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ശമ്പളങ്ങളൊന്നും സെയിം ആയിട്ട് കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എഴുതാം എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്. അതായത് ഈ മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എഡ്യൂക്കേഷൻ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്ക്രിപ്റ്റ്സ്, അതായത് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഹെറിറ്റേജ് എന്ന് നിങ്ങൾക്ക് എഴുതാം. അതായത് ഇവരുടെ സംസ്കാരം അവരുടെ സംസ്കാരം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ ലാംഗ്വേജ് പ്രൊട്ടക്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നേരെ എന്താണ് ഈ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എന്ന് പഠിക്കാം. ഇത് പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാം. കാര്യം ഈ നോട്ട് മാത്രം പഠിച്ചാൽ മതി. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തു. സോ ഇത്രയും പഠിച്ചാൽ മതി. സോ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? ടു ഫോം ദ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ഇൻ ഇന്ത്യ. അതായത് ഇതുപോലെ പറഞ്ഞ മൈനോറിറ്റികളായിട്ടുള്ള ആൾക്കാരുടെ ഇഷ്ടങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ അവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ കമ്മീഷൻ്റെ ഡ്യൂട്ടി. എൻഷ്യൂർസ് വെൽഫെയർ ഓഫ് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസ് അല്ലേ. പല റിലീജിയനിലുള്ള ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ക്ഷേമം, അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ലിംഗ്വിസ്റ്റിക്, പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പല കൾച്ചറിലുള്ള ആൾക്കാരുണ്ട് അല്ലെ, പല സംസ്കാരം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ മൈനോറിറ്റികളാണ്. അപ്പോൾ ഇവരെയൊക്കെ എന്ത് ചെയ്യുക? അവരെ ക്ഷേമം, അവർക്ക് നല്ല കാര്യങ്ങൾ, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് തുടങ്ങിയതൊക്കെ കെട്ടിക്കൊടുക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന 17 മെയ് 1993 ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെ 5 മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സിനെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ആരൊക്കെ ആവണം എന്ന് നോമിനേഷൻ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. എന്നിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ഇവരെ നിയമിക്കുന്നത് പ്രസിഡൻറ്റുമാണ്. ഇനി ഇവരുടെ ഓഫീസിൽ എത്ര വർഷം ഇവർക്ക് വർക്ക് ചെയ്യാം? 3 വർഷം വരെയാണ് ഇവർക്ക് ടെന്യൂർ എന്ന് പറയുന്നത്. ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര പരിധി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവരുടെ ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ്? ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മൈനോറിറ്റീസ്. ആദ്യം തന്നെ നമ്മൾ ഈ കമ്മീഷൻ ഉറപ്പുവരുത്തണം ഈ മൈനോറിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹികമായിട്ട് അവരെ ഇപ്പം എഡ്യൂക്കേഷനായാലും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഇവർ വളർന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളല്ല, നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ഉറപ്പുവരുത്തണം. നമുക്കും ഉറപ്പുവരുത്താൻ കേട്ടോ. ഇതൊക്കെ നമ്മളൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കൂടെയാണ്.
ഇനി അടുത്തത് ഇവാലുവേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനിൽ, അതായത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, അതെല്ലാം കറക്റ്റായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടിയിട്ട് ഉള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ, അതെല്ലാം ഇവർക്ക് കിട്ടുന്നുണ്ടോ, അപ്പോൾ മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പുവരുത്തുക. സബ്മിറ്റ് റിപ്പോർട്ട്സ് ഓൺ ദ ഇഷ്യൂസ് ആൻഡ് ക്രൈസിസ് ഫേസ്ഡ് ബൈ മൈനോറിറ്റീസ് ഫ്രം ടൈം ടു ടൈം. അതായത് വർഷങ്ങളായിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയൊക്കെ സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യണം, ഈ കമ്മീഷനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. എക്സാമിൻ ദ കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ അവകാശങ്ങളെ ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇവരുടെ അവകാശങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റുകളൊക്കെ ഇവർക്ക് നോക്കി പഠിച്ച് അതിനാവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്താണ്, അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാം, അത് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ സബ്മിറ്റ് സജഷൻസ് ഫോർ ദ അപ്കീപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി. അപ്കീപ്പ് എന്ന് പറയുമ്പോൾ അവരെ ഒന്ന് താങ്ങുക, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള സജഷൻസ്, തീരുമാനങ്ങളും അഡ്വൈസും ഒക്കെ നമുക്ക് ഈ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൽ പഠിക്കാനുള്ളത്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, അതായത് കേരളത്തിൽ ഉള്ളതാണ്. അത് 2013 തുടങ്ങിയത്. സോ അത് നിങ്ങൾ വായിച്ചു നോക്കുക, ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. തൊട്ട് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് കളക്ട് ന്യൂസ് റിഗാർഡിംഗ് ദ ഇൻ്റർവെൻഷൻസ് ഓഫ് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ, അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, നമ്മുടെ ഈ ഒരു കമ്മീഷൻ്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള വാർത്തകളാണ്. അതായത് എന്തൊക്കെ മൈനോറിറ്റിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉണ്ടോ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും കുറച്ച് പേര് മാത്രം മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിനെങ്ങനെയൊക്കെ നമ്മൾ പരിഹാരം കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിൻ്റെ ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് എക്സാമിനുള്ള മെയിൻ ടോപ്പിക്കുകളിൽ നിന്ന് പഠിപ്പിച്ച് തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സോ നിങ്ങൾക്ക് ആ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ചോദിക്കുമ്പോൾ ഞാൻ തന്ന അത്രയും നോട്ട് മാത്രം എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ. സോ ഇനി അടുത്ത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബാണ്. സോ അത് പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇതിനെ ഞാൻ ലഘൂകരിച്ച് പറഞ്ഞുതരാം. ഓക്കെ, വായിച്ച് ഫുള്ള് നിൽക്കുന്നില്ല. ഇവിടെ ആദ്യം നമ്മൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും, അതായത് നമ്മൾ ട്രൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദിവാസി ഏരിയകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ആദ്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ള റോഡും കമ്മ്യൂണിക്കേഷൻ സൗകര്യമാണ്. കാര്യം പ്രോപ്പറായിട്ട് റോഡ് ഉണ്ടെങ്കിൽ ഇവർക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പുറം ലോകമായിട്ട് ഇവർക്കൊരു ബന്ധം വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെന്നാണ് ആര് പറയുന്നത്, ജവഹർലാൽ നെഹ്റു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് സ്കൂൾ കൊടുക്കണം, അതുപോലെ തന്നെ ഹെൽത്ത് കൊടുക്കണം, കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് തന്നെ ചെറിയ കുഞ്ഞു തോതിൽ വ്യവസായം ചെയ്യുന്നതിനൊക്കെയാണ് കോട്ടേജ് ഇൻഡസ്ട്രി. സോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട് അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ടത്, നെഹ്റു പറയുന്നതനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. സോ അവിടെ ആദ്യം തന്നെ റോഡ് ആൻഡ് കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്കൂളും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കൊടുക്കാമെന്ന് പറയാം, ഹെൽത്ത് സർവീസും മെഡിക്കൽ കെയറും കൊടുക്കാമെന്ന് പറയാം, അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രിയെ കുറച്ചുകൂടെ പ്രൊമോഷൻ ചെയ്തു കൊടുക്കാമെന്ന് പറയാം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്താണെന്ന് നോക്കിയോ. അപ്പോൾ ഇവർ ഫോം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊട്ടക്ട് SCS ആൻഡ് STS ഫ്രം ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിലൊക്കെ ഉള്ള ആൾക്കാരെ ഡിസ്ക്രിമിനേഷനിൽ നിന്നും, ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനം ചെയ്യുക, നമ്മൾ അവരെ മാറ്റി നിർത്തുക. അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണം ചെയ്യുക. കാര്യം ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പറയുകയാണ് ഈ മൊബൈൽ ഫോണിന് 1 ലക്ഷം രൂപയാണ്, ഏതെങ്കിലും സാധാ ഫോൺ കൊടുത്താലും ചിലപ്പോൾ അവർ ഒരുപക്ഷെ വിശ്വസിക്കും. കാര്യം അവർക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളും കുറവായതുകൊണ്ട് ആൾക്കാർ പല രീതിയിൽ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ട് ദെയർ ഇൻ്റഗ്രേഷൻ ഇൻ ടു ദ മെയിൻ സ്ട്രീം സൊസൈറ്റി. അതുപോലെ തന്നെ ഇവരെ നമ്മൾ എന്ത് ചെയ്യുക,
നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിനകത്ത് ഇവരെയും കൂടെ ഭാഗമാക്കുക. അതായത് ഇവർ നമ്മളെ കൂടെ ഉള്ള ഒരാളാണ്, ഇവരുടെ വിശ്വാസങ്ങളും നമ്മുടെ വിശ്വാസങ്ങൾ പോലെ ഒന്നാണ് എന്നൊക്കെ വിശ്വസിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേണം ഈ ഒരു കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത്. അതിനാണ് ഇത് പ്രവർത്തിക്കുന്നത്. സോ മറ്റൊരു പോയിന്റ്, എയിംസ് ടു പ്രൊട്ടക്ട് ദെയർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ ഇവർക്ക് സാംസ്കാരികമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഇവരുടെ വിശ്വാസങ്ങൾ വ്യത്യാസമാണ്, ഇവരുടെ ആചാരങ്ങൾ വ്യത്യാസങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ കമ്മീഷൻ വഴി പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ കമ്മീഷൻ വന്നത് 2004 ഇതിൽ ആരൊക്കെയാണുള്ള ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, പിന്നെ 3 മെമ്പേഴ്സാണ്. ഈ മെമ്പേഴ്സിനെയൊക്കെ ഡയറക്റ്റായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ആദ്യം സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് കൊടുക്കും. ആരെ? നാഷണൽ കമ്മീഷനിലെ മൈനോറിറ്റി കമ്മീഷനിലുള്ള ആൾക്കാരെ ആദ്യം സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? അപ്പോയിൻറ്റ് ചെയ്യും. പിന്നെ ഇവരുടെ ഓഫീസിലെ അധികാര പരിധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ്. ഒന്ന്, ഇൻക്വയർ ഇൻ ടു ദ കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് ദ ആട്രോസിറ്റീസ്. ആട്രോസിറ്റീസ് എന്ന് വെച്ചാൽ ക്രൂരതകളാണ്. അപ്പോൾ ഇവർക്കെതിരെയുള്ള ക്രൂരതകൾ, അല്ലെ, ആ ക്രൂരതകൾക്കുള്ള കേസുകൾ, കംപ്ലൈൻ്റ് ഒക്കെ അന്വേഷണം ചെയ്യേണ്ടത് കമ്മീഷനാണ്. ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കിക്കോണം. ഈ ഒരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ മൈനോറിറ്റിയിൽ എഴുതാം, ഷെഡ്യൂൾ ട്രൈബിൽ എഴുതാം, അടുത്തതിൽ എഴുതാം. ഈ സെയിം പോയിന്റ് എല്ലാത്തിൻ്റെയും ഫംഗ്ഷനകത്ത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. 3-4 കോമൺ ആണ്. സെയിം കാര്യമാണ് പറയുന്നത്. അതായത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളും ഭരണഘടന ഇവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ക്ഷേമ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ തുടങ്ങിയതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു കമ്മീഷനാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റ് ദ എഫേർട്സ് ഫോർ ദ വെൽഫെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പം ഇവർ വേണം ഇവരുടെ വെൽഫെയർ, ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഇവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നേതൃത്വം കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് ആക്കുന്നതെല്ലാം ഈ ഒരു കമ്മീഷനാണ് ഇവർക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഏറ്റവും അവസാനം സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ദ ഗവൺമെൻറ് ഓൺ ദ ചലഞ്ചസ്. അല്ലെ, ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കമ്മീഷനാണ്. അതുപോലെ തന്നെ അതിനുള്ള റെമഡി, പരിഹാരങ്ങളും ഈ ഒരു കമ്മീഷൻ കൊണ്ടുവരുത്തണം. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മളൊരു ആക്റ്റിനെ പറ്റി പഠിക്കുന്നത്. അതായത് SC/ST പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന ഈ ഒരു ആക്റ്റിനെ പറ്റി നമ്മൾ നോക്കുക. എന്താണ് ആ ആക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സിമ്പിളാണ് കാര്യം. ആദ്യം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? പ്രിവെൻറ്റ് ആട്രോസിറ്റീസ്, നേരത്തെ പറഞ്ഞതാണ്. അതായത് ഇവർക്കെതിരെയുള്ള ക്രൂരതകളെല്ലാം പ്രിവെൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എസ്റ്റാബ്ലിഷ് എ സ്പെഷ്യൽ കോർട്ട് ഫോർ ഹാൻഡ്ലിങ്. അതായത് SC/STയുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യൽ കോടതികൾ കൊണ്ടുവരിക. അവിടെ ഇതുമാതിരിയുള്ള കേസുകൾ മാത്രം എന്ത് ചെയ്യുക? ഹാൻഡിൽ ചെയ്യുക. അടുത്ത് ഡിഫൈൻസ് ക്രൈംസ് ആൻഡ് ആട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ദീസ് ഗ്രൂപ്പ്സ് ആൻഡ് പ്രിസ്ക്രൈബ്സ് പണിഷ്മെൻറ്റ്. അതായത് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ, ക്രൂരതകൾ തുടങ്ങിയതെല്ലാം അറിയിക്കുക. അതനുസരിച്ച് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റുകളും കാര്യങ്ങളുമൊക്കെ കൊടുക്കുക. ആൻഡ് സ്റ്റിപ്പുലേറ്റ്സ് റീഹാബിലിറ്റേഷൻ പ്രോസസ് ഫോർ വിക്ടിംസ്. അതായത് ഈ വിക്ടിംസ് എന്ന് വെച്ചാൽ ഈ ഇരകൾ, ഇരകൾ ഇതുപോലെ എന്തെങ്കിലും ക്രൂരതകളോ ക്രൈമോ നേരിട്ട ഇരകൾക്ക് അവർക്ക് റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരധിവാസ പ്രക്രിയ ചെയ്തു കൊടുക്കുക, അവരെ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു SC/ST പ്രിവെൻഷൻ ആക്ട് 1989 വന്ന ഈ ഒരു പ്രിവെൻഷൻ ആക്ട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി തൊട്ട് താഴെ മറ്റൊരു ചോദ്യമുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് എൻലിസ്റ്റ് ദ വേരിയസ് വെൽഫെയർ പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ്. എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി തുടങ്ങിയത്, പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മുടെ ഈ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ്റെയും കേരളത്തിലത് എപ്പോൾ തുടങ്ങി, ആരൊക്കെയാണ് ചെയർപേഴ്സൺ, എത്ര പേരുണ്ട് തുടങ്ങിയതൊക്കെ വായിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ആ ഒരു കോളം ചോദിക്കത്തില്ല. ഇനി ഏറ്റവും അവസാനം
അവസാനമല്ലല്ലോ, ഇനി നമുക്ക് എത്ര ടോപ്പിക്കുണ്ട്? മെയിനായിട്ട് കമ്മീഷൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. അപ്പോൾ ഈ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നോക്കം കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ OBC എന്ന് പറയും, BC എന്ന് വിളിക്കും, ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പോൾ അതിന് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് OBC കാസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അഹിർ, യാദവ്, അരക്, പിന്നെ കാച്ചി, കഹാർ, തൻവാർ എന്നൊക്കെ പറയുന്ന പല ബാക്ക്വേർഡ് ക്ലാസ്സിൽ കിടക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ തുടങ്ങിയത്. സോ എന്താണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്? ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ടു അപ്ലിഫ്റ്റ് സോഷ്യലി ആൻഡ് എക്കോണമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ് ആൻഡ് സബ്മിറ്റ് സജഷൻസ് ഫോർ ദെയർ വെൽഫെയർ. അതായത് സമൂഹത്തിൽ സാമ്പത്തികമായിട്ടായാലും സാമൂഹികമായിട്ടായാലും നമ്മളെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്കം കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കമ്മീഷൻ തുടങ്ങിയത്. അതുപോലെ അവരുടെ വെൽഫെയറിന്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി നല്ല സ്കൂൾസും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഹെൽത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുള്ള സജഷൻസും ഈ കമ്മീഷൻ കൊടുക്കും. ഈ കമ്മീഷൻ വന്നത് 1993 ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 മെമ്പേഴ്സാണ്. ഇവരെയും പ്രസിഡൻറ്റ് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ മെമ്പേഴ്സിന് വർക്ക് ചെയ്യാനുള്ള അധികാരപരിധി 3 വർഷത്തേക്കാണ്. ആൻഡ് ഈ ഒരു കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് 2018 കൊടുത്തിരിക്കുകയാണ്. അതായത് ഭരണഘടനയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പദവി കൊടുത്തിരിക്കുകയാണ്. അപ്പം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മീഷനും കൂടെയാണ് ഈ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പം നിങ്ങൾക്കറിയാമെന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ കുട്ടിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കമ്മീഷനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ ഇതുവഴി അവർക്ക് നേടിയെടുക്കാൻ പറ്റും. സോ ഇവരുടെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്തൊക്കെയാണ്? എൻഷ്യൂർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് വീണ്ടും വന്നതാണല്ലോ. അതായത് നമ്മുടെ ഭരണഘടനയിൽ ഇവർക്ക് നൽകുന്ന കാര്യങ്ങൾ, അതുപോലെ നിയമങ്ങൾ, ഇതെല്ലാം കറക്റ്റായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് ഇവർ ഉറപ്പ് വരുത്തണം, എൻഷുർ ചെയ്യണം. പിന്നെ സബ്മിറ്റ് റിപ്പോർട്ട്, ഈ പോയിന്റും സിമിലർ ആയിട്ടുള്ളതാണ് കേട്ടോ. റിപ്പോർട്ട് ടു ദ ഗവൺമെൻറ്. അതായത് ഈ പിന്നോക്കം കിടക്കുന്ന ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ നല്ല കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ടേക്കിംഗ് സ്റ്റെപ്സ് എഗെയിൻസ്റ്റ് ആട്രോസിറ്റീസ്. അതായത് ഇവർ ഫേസ് ചെയ്യുന്ന പല ക്രൂരതകൾക്കെതിരെയും ഇവരെന്ത് ചെയ്യണം, നടപടി എടുക്കണം. അതുപോലെ റെക്കമെൻഡേഷൻ, അതായത് ഇവർ കുറച്ച് അഡ്വൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം ഇവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ടു എൻഷുർ ജസ്റ്റിസ്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട നീതി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ആൻഡ് ലാസ്റ്റത്തെ ടോപ്പിക് എന്താ? എക്സാമിൻ ദ ഡിമാൻഡ്സ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് സ്റ്റാറ്റസ് ആൻഡ് ഗിവ് സജഷൻസ് ടു ദ ഗവൺമെൻറ്. ഈ ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേ ഡിമാൻഡുകൾ വേണം. അതായത് അവർക്ക് റിസർവേഷൻസ് വേണം ചിലയിടങ്ങളിൽ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് വേണം, പിന്നെ എഡ്യൂക്കേഷൻ നല്ലത് കിട്ടണം, തുടങ്ങിയ ഡിമാൻഡുകളെല്ലാം ഇവർ പഠിച്ചതിന് ശേഷം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സജഷൻസ്, റെക്കമെൻഡേഷൻ, അഡ്വൈസ് ഒക്കെ ഗവൺമെൻറ്റിന് കൊടുക്കണം. അതായത് ഈ ഡിമാൻഡുകളൊക്കെ വന്നാൽ മാത്രമേ അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയേണ്ടത്. സോ ഇതിന് തന്നെ BR അംബേദ്കറിൻ്റെ ഒരു കാര്യം വിട്ടുപോയായിരുന്നു. അതെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് അക്സസിബിൾ ടു ഓൾ. അതായത് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊക്കെ എഡ്യൂക്കേഷൻ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. പ്രധാനമായിട്ട് ഈ ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന ക്ലാസ്സിലുള്ള ആൾക്കാർക്കൊക്കെ മെയിനായിട്ട് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുത്താൽ മാത്രമേ, ഇഫ് ഓൾ ദീസ് കമ്മ്യൂണിറ്റീസ് ആർ ടു ബി റൈസ് ടു ബി ഇക്വാലിറ്റി, ദ ഓൺലി വേ ഔട്ട് ഈസ് ടു ഗിവ് സ്പെഷ്യൽ കൺസിഡറേഷൻ. എല്ലാവരും, അതായത് രാജ്യം മുഴുവൻ ഇക്വാലിറ്റി വരണമെങ്കിൽ നമ്മൾ ഈ ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊരു സ്പെഷ്യൽ പരിഗണന കൊടുത്താൽ മാത്രമേ നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ. സോ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ BR അംബേദ്കർ ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്തൊക്കെ സജഷൻസ് ആണ് BR അംബേദ്കർ പറഞ്ഞതെന്നുള്ള ചോദ്യമാണ്. ആദ്യം നിങ്ങൾക്ക് എഴുതാം, പ്രൊവൈഡ് സ്പെഷ്യൽ കൺസിഡറേഷൻ ടു ബാക്ക്വേർഡ് സെക്ഷൻസ്, അതായത് ഒരു പ്രത്യേക പരിഗണന അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മേക്ക് ഹയർ എഡ്യൂക്കേഷൻ ലെസ് കോസ്റ്റ്ലി, അതായത് എന്ന് വെച്ചാൽ ഉയർന്ന പഠനങ്ങളൊക്കെ ഇവർക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യണം. അത് ഞാൻ പോയിന്റ് വിട്ടുപോയി അല്ലേ. അഫോർഡബിളായിട്ട് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് പൈസ കുറച്ചുകൂടെ ഇളവൊക്കെ ചെയ്ത് ലെസ് കോസ്റ്റ്ലി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എൻഷുർ ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും ഒരുപോലെ എഡ്യൂക്കേഷൻ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ബാക്ക്വേർഡായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയൊക്കെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യണം, അവരൊന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഏറ്റവും കറക്റ്റ് വഴി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ വഴിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം.
പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയല്ലോ. നെക്സ്റ്റ് പേജിൽ അതുപോലെ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ KSCBCയുടെ എന്നാ വന്നിരിക്കുന്നത്, ആരൊക്കെയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഏറ്റവും അവസാനം ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ്. സോ അതിൻ്റെ ഉത്തരവും കൂടെ ഞാനിവിടെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഈ കമ്മീഷൻസിനെ പറ്റി പറയുന്നത്. എൻ്റെ ഏറ്റവും അവസാനം ദ സ്പ്രെഡ് ഓഫ് ഡെമോക്രസി, ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടെ കൂട്ടിയിട്ട് ഒരു കൺക്ലൂഷൻ പോലെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളിത് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങളിതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അവിടെ പറയുന്നുണ്ട് സോഷ്യോ എക്കോണമിക് ബാക്ക്വേർഡ്നെസ്. അതായത് നമ്മുടെ സമൂഹത്തിലും സാമ്പത്തികമായിട്ടൊക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ എന്ത് ഉറപ്പുവരുത്തണം? ഇക്വാലിറ്റി ഉറപ്പുവരുത്തണം, സോഷ്യൽ ജസ്റ്റിസ്, നീതി, അതുപോലെ പാർട്ടിസിപ്പേഷൻ. അതായത് ഇലക്ഷനിലായാലും എന്തിലായാലും ഇവരെയും കൂടെ എല്ലാത്തിലും ഉൾപ്പെടുത്തണം. പിന്നെ ഡെമോക്രസി, അല്ലേ, ഡെമോക്രസി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതുപോലെ ഉള്ള എല്ലാ സൊസൈറ്റിയിലുള്ള ആൾക്കാരും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ജനാധിപത്യം എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം കിട്ടത്തുള്ളൂ. അവരെ ഇലക്ഷൻസിലും കൊണ്ടെത്തിച്ചാൽ അതെന്താണ്, ഒരു പൊളിറ്റിക്കൽ, അല്ലെ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാവും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ വഴിയാണ് നമ്മൾ എല്ലാ ആൾക്കാരെയും എന്തിലോട്ട് എത്തിക്കുന്നത്, ഈ വോട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അതുവഴി നമ്മളെന്താണ്, ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അല്ലെ, ഫെയർ ആൻഡ് ജസ്റ്റ് ഇലക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സോ അതെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ. ഡീലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതായത് ഓരോ മണ്ഡലങ്ങൾ തീരുമാനിക്കുക, ഇലക്ടോറൽ റോൾ ഉണ്ടാക്കുക, യൂണിവേഴ്സൽ സഫ്രേജ്, അതായത് 18 വയസ്സിന് എബോവ് ആയിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുക, അവർക്ക് സിംബൽസ് കൊടുക്കുക, പിന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഓരോ കമ്മീഷൻസിനും ഓരോ റോളുകളുണ്ട്, അല്ലേ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, വുമൻസ് കമ്മീഷനുണ്ട്, മൈനോറിറ്റി കമ്മീഷനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഇതുപോലെ മാർജിനലൈസ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും കുറച്ച് ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ അവരുടെ അവകാശങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ്റെ റോളെന്ന് പറയുന്നത്. പിന്നെ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യലി ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരുടെയും ഇൻഡിവിജ്വലി ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കുക, അവർക്ക് അവകാശങ്ങൾ, റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡിഗ്നിറ്റി, അല്ലെ, അവർക്ക് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുക. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രെങ്തനിങ് ഡെമോക്രസി, എങ്ങനെ നമുക്ക് ഡെമോക്രസി സ്ട്രെങ്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വഴി നമുക്ക് നമ്മുടെ സിവിൽ ലിബർട്ടി, നമുക്ക് കിട്ടാനുള്ള ഫ്രീഡം, റെസ്പെക്റ്റ് തുടങ്ങിയതൊക്കെ ഉണ്ട്. വുമൻസ് കമ്മീഷൻ വഴി എന്ത് ചെയ്യും? വുമൻസിൻ്റെ അവകാശങ്ങളും അവർക്കെതിരെയുള്ള ക്രൂരതകൾ, ആട്രോസിറ്റിയൊക്കെ എന്ത് ചെയ്യുക, മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. മൈനോറിറ്റി കമ്മീഷൻ ചെയ്യുന്നത് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈക്വലായിട്ട് ട്രീറ്റ്മെൻറ്റും അതുപോലെ പ്രൊട്ടക്ഷനും ആട്രോസിറ്റിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ഡെമോക്രസി സ്ട്രെങ്ത് ചെയ്യാം. SC/ST കമ്മീഷൻ ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്തുക. ബാക്ക്വേർഡ് ക്ലാസ്സുകളാണെങ്കിലും ഇതുപോലെ തന്നെ അവർക്കും ബാക്ക്വേർഡായിട്ട് കിടക്കുന്ന, നമ്മൾ പറഞ്ഞല്ലോ OBCയിൽ പല ആൾക്കാരും ഉണ്ട്. സോ ഇത്രയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രോഡൻ ദ സ്കോപ്പ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, അല്ലേ. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ജനാധിപത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്, എല്ലാവരും ഈക്വലാക്കി എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ജനങ്ങളെല്ലാവരും ഒന്ന് എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം കറക്റ്റ് ആവുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഹിസ്റ്ററിയിൽ ഈ ഒരു ചാപ്റ്ററുണ്ട്, പിന്നെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലേ, ആ ഒരു ചാപ്റ്റർ. രണ്ടും ആക്ച്വലി സിമിലർ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. പാടാണ്, പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പോകരുത്. കാര്യം സിമ്പിളായിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തു തരുന്നത്. സോ അറ്റ്ലീസ്റ്റ് എൻ്റെ ആ ഒരു ഹാർഡ് വർക്കിന് വേണ്ടിയെങ്കിലും നിങ്ങൾ പഠിച്ച് A+ മേടിക്കണം. എല്ലാവരും A+ മേടിക്കണമെന്നല്ല, നിങ്ങളെ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പരമാവധി നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ ഒരാളോട് 100-ന് 100 വാങ്ങണമെന്ന് പറയത്തില്ല ഒരിക്കലും. പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ വിചാരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ
എന്തായാലും ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഞാനൊരു റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം. എന്തായാലും സൺഡേ ലൈവ് നോക്കട്ടെ 10 മണിക്ക്. ഇപ്പോൾ എന്തായാലും വാക്കായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് 10 മണിക്ക് എന്തായാലും ചെയ്യാമെന്നുള്ളത്. ബാക്കിയുള്ളവരൂടെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം. അതിനകത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ളത് മുഴുവനായിട്ട് ജോഗ്രഫിയും ഹിസ്റ്ററിയും കൂടെ ഒരുമിച്ചായിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.